നമസ്കാരം. പാറശാലയിൽ ഷാരോൺ കൊലക്കേസിൽ സെഷൻസ് കോടതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ നിയമവൃത്തങ്ങളിലുമൊക്കെ ഞെട്ടലാണ്. കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് പോലും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചപ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതുമില്ല. ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ നേരിട്ട് തെളിവുകൾ ഇല്ലാത്ത കേസിൽ വധശിക്ഷ ലഭിച്ചത് ഞെട്ടലാണ്. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് പരമാവധി ജീവപര്യന്തം വരെയാണ് പ്രതിഭാഗം പ്രതീക്ഷിച്ചിരുന്നത്. ഷാരോണിന്റെ ശരീരത്തിലെ വിഷത്തിന്റെ അംശമടക്കമുള്ള തെളിവുകൾ ഹാജരാക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുതെന്ന് മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നതും പ്രതിക്ക് അനുകൂല ഘടകമായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ വീണ്ടും പ്രശ്നമായി മാറുന്ന പ്രതികൾക്കാണ് സാധാരണ വധശിക്ഷ വിധിക്കുന്നത്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചതെന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി. തുടക്കത്തിൽ ഗ്രീഷ്മ കുറ്റം ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതോടെ കൊല്ലപ്പെട്ട ഷാരോണിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിഭാഗം കോടതിയിലെത്തി. ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. ഗ്രീഷ്മയുമായിട്ടുള്ള സ്വകാര്യ ചിത്രങ്ങൾ ഷാരോൺ മൊബൈലിൽ ചിത്രീകരിച്ച് സൂക്ഷിച്ചിരുന്നു. ഇതൊക്കെ ചിത്രീകരിച്ച് സൂക്ഷിച്ചത് ഷാരോണിന്റെ സ്വഭാവ ദൂഷ്യമായി കണക്കാക്കാൻ തയ്യാറായില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അറസ്റ്റിലായ സമയത്ത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ മജിസ്ട്രേറ്റ് ഗ്രീഷ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിലും ഷാരോൺ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായി ഗ്രീഷ്മ പറയുകയും ചെയ്തു. ഇതൊന്നും തന്നെ കോടതി പരിഗണിച്ചില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി. വിധി നിയമപരമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതല്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഭാഗത്തിനായി അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് ഹാജരായത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. വധശിക്ഷ ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് സ്വാഭാവികമായി പരിശോധിച്ചു. ഇവിടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ തുടക്കത്തിൽ ഉറച്ചുനിന്ന ഗ്രീഷ്മ പിന്നീട് കുറ്റം സമ്മതിച്ചിരുന്നു. ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന ന്യായവും നിരത്തി. കൊല ചെയ്തുവെന്ന് സമ്മതിച്ചതിനാൽ പ്രോസിക്യൂഷന്റെ ഭാഗം ബലപ്പെട്ടു. കൊലപാതകത്തെ ന്യായീകരിക്കാൻ നിരത്തിയ കാരണങ്ങൾ തള്ളിയതോടെ ഗ്രീഷ്മയ്ക്ക് മേൽ കുരുക്കുകൾ മുറുകി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, അൽഫാസ് മഠത്തിൽ VS നവനീത് കുമാർ എന്നിവരാണ് ഹാജരായത്. അതിക്രൂരമായ കൊലപാതകം. കൊലപ്പെടുത്തിയതാണെങ്കിൽ ഇഞ്ചിഞ്ചായി. വിഷം നൽകി കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ഷാരോണിനെ വിടാതെ പിന്തുടർന്ന ഗ്രീഷ്മ ലൈംഗികമായി പ്രലോഭിപ്പിച്ചു. തന്ത്രപരമായി വീട്ടിലെത്തിച്ച് കളനാശിനി കലർന്ന കഷായം നൽകി. ഷാരോണിനെ ഇല്ലാതെയാക്കാൻ പ്രതി നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ്. കുറ്റകൃത്യം ആദ്യമായല്ല. ജ്യൂസിൽ ഗുളികകൾ കലർത്തി കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമം നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടതോടെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തിയത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം ഇത് ഖണ്ഡിക്കുകയും ചെയ്യുന്നു. അതിക്രൂരമായ മനസ്സുള്ളയാൾക്ക് ഇത്തരത്തിൽ കാമുകനോ ഭർത്താവിനോ എതിരെ ഒരു കുറ്റകൃത്യം ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാനാകൂ. അതുകൊണ്ട് തന്നെ പ്രതി ദയ അർഹിക്കുന്നില്ലെന്നാണ് കണ്ടെത്തിയത്. ഷാരോൺ അർപ്പിച്ച വിശ്വാസം ഗ്രീഷ്മ ദുരുപയോഗിച്ചു. വിഷം നൽകി വഞ്ചിച്ചുവെന്ന് മനസ്സിലാക്കിയിട്ടും മരണക്കിടക്കയിൽ പോലും ഷാരോൺ കാമുകിയെ കൈവിട്ടില്ല. ഗ്രീഷ്മയ്ക്കെതിരെ പരാതിയില്ലെന്നാണ് മജിസ്ട്രേറ്റിന് മരണമൊഴി നൽകിയത്. ഇതാണ് നിർണായക തെളിവായി മാറിയതും. കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഗ്രീഷ്മ ആരോപിച്ച ബ്ലാക്ക്മെയിലിംഗ് കുറ്റത്തിന് തെളിവില്ല. ഗ്രീഷ്മയുടെ ചിത്രങ്ങൾ ഷാരോൺ ദുരുപയോഗിച്ചതായി തെളിയിക്കപ്പെട്ടിട്ടുമില്ല. മരണസമയത്ത് പോലും ഗ്രീഷ്മയെ സംരക്ഷിക്കാനാണ് ഷാരോൺ ശ്രമിച്ചത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ഗ്രീഷ്മയ്ക്ക് ഷാരോൺ അയച്ച സന്ദേശങ്ങൾ ഇതിന് തെളിവാണ്. ഗ്രീഷ്മയുടെ ചെറുപ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന വാദം കോടതി തള്ളിയത് ഇങ്ങനെ കൊല്ലപ്പെട്ട ഷാരോണിനും ഗ്രീഷ്മയുടെ അതേ പ്രായമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രായത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. നന്ദി.